രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഭാനു, നീ ഒരിക്കലും ഭാമയെ പോലൊരു പെണ്ണല്ല. അവളെക്കാളും ധൈര്യവും ബുദ്ധിയും നിനക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിനക്കൊരിക്കലും ഒരു തെറ്റ് സംഭവിക്കില്ല. എന്നാലും അമ്മയുടെ ഒരു മനസമാധാനത്തിന് വേണ്ടി ചോദിക്കുക. മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമോശം സംഭവിച്ചിട്ടുണ്ടോ? ഓരോന്നും കാണുമ്പോഴും ആലോചിക്കുമ്പോഴും പേടി തോന്നുക. അതുകൊണ്ട് ചോദിച്ചാ. അമ്മ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ. ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും സംഭവിക്കുന്ന കരുതിയിട്ടല്ല ഞാൻ ജയേഷിനൊപ്പം ക്യാമ്പിന് പോയേ. പക്ഷെ സംഭവിച്ചു പോയി. ചേച്ചി അമ്മയോട് പറഞ്ഞ എല്ലാം ഞാൻ കേട്ടു. ജയേഷ് നല്ലവനാ അമ്മ. ഒരിക്കലും ഒരു മോശമായിട്ടൊരു വാക്ക് പോലും എന്നോട് സംസാരിച്ചിട്ടില്ല. നീ പറയുന്നതൊക്കെ സത്യമായിരിക്കും. പക്ഷെ നീ സ്വബോധമില്ലാതെ അവനോടൊപ്പം പോകുന്ന വീഡിയോ ഞാൻ കണ്ടതാ. അത് കണ്ടു കഴിഞ്ഞ ആരാണെങ്കിലും തെറ്റിദ്ധരിച്ചു പോകും. ഭാവന നിന്റെ കല്യാണം നടത്തിയേ പറ്റുമെന്നും മോഹനന്റെ മകനെ കൊണ്ട് തന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കണമെന്നും വാശി പിടിച്ചത് എന്തുകൊണ്ടാന്നൊക്കെ ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. കേട്ടിടത്തോളം ഒരു രാത്രി മുഴുവനും നീ സ്വബോധമില്ലാതെ അവനോടൊപ്പം കഴിഞ്ഞതാ. മക്കളെ, ഒടുവിൽ ഭാമയെ പോലെ നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നാ ഞാനിപ്പോ. എന്താ അമ്മ, അമ്മ വിചാരിക്കുന്നത് പോലെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. പിന്നെ ഭാവിയിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാ ചേച്ചി ജയേഷിനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാന്ന് തീരുമാനിച്ചത്. എന്താടി, അപ്പൊ നിനക്ക് തീരെ താല്പര്യമില്ലാത്ത ബന്ധമാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഇത് കൊള്ളാം. നീ പറയുന്നത് കേട്ടാ തോന്നും ഭാവനയ്ക്ക് എന്തോ ഇതിൽ പ്രത്യേക താല്പര്യം ഉണ്ടെന്ന്. നോക്ക്, ഈ വിവാഹ ബന്ധത്തിന്റെ പേരിൽ ഞാൻ ഭാവനയെ കുറെ കുറ്റപ്പെടുത്തിയതാ. പക്ഷെ ഇപ്പോഴല്ലേ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായത്. ഭാനു, രണ്ട് കൈയും കൂടെ കൂട്ടിയടിച്ചാലേ ഒച്ച കേക്കൂ. അത് വേണം നിന്നെ പോലുള്ള പെമ്പിളർ ആദ്യം മനസ്സിലാക്കാൻ. അമ്മ എന്താ എന്നെ തീരെ കൊച്ചുകുട്ടിയാക്കുവാണോ? തീരെ കൊച്ചു കുട്ടികൾ പോലും രണ്ടാമതൊന്ന് ആലോചിച്ചിട്ട് ഒരു പരിചയം ഇല്ലാത്തവന്റെ കൂടെ ഇറങ്ങി പോകും. ഇതിപ്പോ അവൻ നിന്റെ ബാച്ചൊന്നും അല്ലല്ലോ, നിന്റെ സീനിയർ അല്ലേ അവൻ. അവൻ എങ്ങനെ നിന്റെ ഗ്രൂപ്പിൽ വന്നു? എടി, ഞാനൊന്നും ചോദിക്കണ്ടെന്ന് വിചാരിച്ചാൽ, പക്ഷെ ചോദിക്കേണ്ടി വന്നാൽ ചോദിച്ചേ പറ്റൂ. നീ അവനോട് ഇത്രയും അടുപ്പം കാണിച്ചിട്ടാണല്ലോ അവൻ നിന്നിൽ ഇത്രയും സ്വാതന്ത്ര്യം കാണിച്ചത്. എന്താമ്മേ, എനിക്ക് ആരെ സ്നേഹിക്കാൻ പാടില്ലെന്നുണ്ടോ? ഭാവനേച്ചിക്കും ഭാമേച്ചിക്കും ഭരത്തേട്ടനും ആകാമെങ്കിൽ എനിക്കും സ്നേഹിക്കാം. മതിയാക്കിക്കോ. നീ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വെച്ചേച്ച് നീ നിന്ന് ന്യായീകരിക്കുന്നോ? നീ ഇനി കോളേജിൽ പോണ്ട, അതാ നല്ലത്. അത് അമ്മയാണോ തീരുമാനിക്കുന്നത്? ഇതിനാണോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത്? അയ്യോ, നീ കഷ്ടപ്പെട്ട് പഠിച്ചാ ഇപ്പൊ കാണുന്നത്. എടി, കണ്ടവന്റെയും കൂടെ കണ്ട ഹോട്ടൽ റൂം കയറി ഇറങ്ങാനല്ലേടി നീ കോളേജിൽ പോയത്. അലറണ്ട നീ, അലർന്നോ നീ? എടി,
എടി നിന്നെയൊക്കെ നേരത്തും കാലത്തും കെട്ടിച്ചു വിട്ടിരുന്നെങ്കിൽ ബാക്കിയുള്ളതുകൊണ്ട് ജോലി കുറയുമായിരുന്നു. ഇതിപ്പം ഭാവനയല്ലേ എല്ലാരും കുറ്റപ്പെടുത്തത്തുള്ളൂ. അവളാണല്ലോ നിന്നെയൊക്കെ പഠിപ്പിക്കുന്നത്. ഓരോ മാതാപിതാക്കളും ലക്ഷങ്ങൾ മുടക്കിയിട്ടാ മക്കളെ പഠിപ്പിക്കുന്നത്. പക്ഷെ മക്കൾ ചെയ്യുന്നതോ പഠിത്തം പകുതി വഴിക്ക് വെച്ച് കളഞ്ഞിട്ട് കണ്ടവന്റെയും കൂടെ ഇറങ്ങി പോവുക. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുരുക്കുണ്ടാക്കി വെക്കുക. അവസാനം അനുഭവിക്കുന്നവരാ അച്ഛനും അമ്മയും. ഞാൻ കാരണം ആരും അനുഭവിക്കേണ്ടി വരത്തില്ല. അതെന്താ? നീ എന്താ അവന്റെ കൂടെ ഇറങ്ങി പോവാൻ പോകുന്നു? നീ തീരെ നിവർത്തിയില്ലെങ്കിൽ ചിലപ്പോ ഞാൻ അങ്ങനെ ചെയ്തെന്നിരിക്കും. ഇക്കാര്യം പറയുന്നോടി. ഭാനു, നിനക്ക് കിട്ടുന്നൊന്നും പോരാന്നുണ്ടോ നിനക്ക്? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കൊരു തെറ്റ് പറ്റി പോയി. അത് ഞാൻ ചത്തു തൊലഞ്ഞോളാം. അതോടെ നിങ്ങളുടെ പ്രശ്നം എല്ലാം തീരുമല്ലോ. ഇതാ നിന്നെ പോലുള്ള പെൺപിള്ളേരുടെ എല്ലാവരുടെയും കുഴപ്പം. നിങ്ങൾ ചെയ്യുന്ന തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ പാടില്ല. അപ്പൊ പിന്നെ അടുത്ത ചിന്ത ആത്മഹത്യ ചെയ്യാന്നുള്ളതാ. എടി, സ്വയം എടുത്ത് ചാടി ഓരോന്ന് വരുത്തി വെച്ചാൽ ആർക്കാ നഷ്ടം? ആർക്കടി നഷ്ടം? നിനക്ക് ഒരിക്കലും നിന്റെ കൂടെ ചാവാൻ ആരും വരില്ല. ശരി, അല്ലെങ്കിൽ തന്നെ നീ ഇവിടുന്ന് ഇറങ്ങിച്ചെന്നാൽ അവനും അവന്റെ അച്ഛനും നിന്നെ സ്വീകരിക്കോ? സ്വീകരിക്കോന്ന്? നിന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കോന്ന്? ചെയ്യോ? ഭാവന ഇങ്ങനെ ഒരു ആലോചനയും കൊണ്ടുവന്നപ്പോ ആദ്യം ഞാൻ എതിർത്തെങ്കിലും പിന്നീട് ഞാൻ സമ്മതിച്ചത് എന്തിനാ പഴയ പിണക്കം വെച്ച് നിന്റെ ഭാവി കളയുന്നതെന്ന് കരുതിയാ. അന്നേരം അവരുടെ ലക്ഷ്യം വേറെ എന്തോ ആണ്. ദേ, ഇവിടെ നോക്കണി. അവൻ ആ ജയേശ്വര ആണായിരുന്നെങ്കിൽ അവന്റെ അച്ഛൻ ശ്രീധരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അവൻ കേറി എതിർക്കണമായിരുന്നു. അവനത് ചെയ്തൊന്നുമില്ലല്ലോ. ഓ, ഇവിടെ ഇപ്പൊ അവൻ പ്രണയം നടിച്ച് നിന്നെ കുരിക്കാനേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഇതൊന്നും നിന്റെ ഏട്ടൻ സേതു അറിയണ്ട, അവനെ അറിയിക്കുകയും വേണ്ട. എന്നാ പിന്നെ ഇവിടെ നടക്കുന്നതേ വേറെ ആയിരിക്കും. എന്താ പിന്നെ വിട്ടേക്കമ്മേ, എനിക്ക് ഈ കല്യാണം വേണ്ട. പ്രശ്നം തീർന്നല്ലോ. ആ തീർന്നടി. നീ കെട്ടണ്ട. നീ എടി, അല്ലെങ്കിൽ തന്നെ ഈ കല്യാണം എങ്ങനെ നടക്കാനാ? അവർക്ക് വേണ്ടത് നിന്നെ അല്ലല്ലോ, നീ കൊണ്ടുപോകുന്ന പണത്തിനെ അല്ലേ. ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ ഉറക്കം നഷ്ടപ്പെട്ടേക്കുന്ന ബാക്കിയുള്ളവർക്കാ. അവൻ പറഞ്ഞ നീ കേട്ടില്ലല്ലോ. അവന്റെ മകൻ ഡോക്ടർ ആയതുകൊണ്ട് കോടികൾ കൊടുക്കാൻ ആളുണ്ടത്രേ. ഇതെല്ലാം അവൻ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നതാ. മോഹനനെ ഞാൻ അറിയുന്നത് പോലെ ഇവിടെ മറ്റാർക്കും അറിയില്ലല്ലോ. എനിക്കെന്തോ ഇപ്പൊ ഈ നടക്കുന്നതെല്ലാം നല്ലതിനാന്ന് തോന്നുന്നില്ല. മറ്റെന്തൊക്കെയോ ദുരൂഹതകൾ ഉള്ളതായിട്ട് തന്നെയാ എനിക്ക് തോന്നുന്നത്. എന്തായാലും എന്റെ പൊന്നുമക്കളൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതിനാ. പിന്നെ ഇതിന്റെ പേരിൽ ഇനി എന്തു തന്നെ ഉണ്ടായാലും നീ തന്നെ സമാധാനം പറയേണ്ടി വരും.